ഈ ചൊവ്വ ദോഷം എന്നുള്ളത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ചില ആളുകളുടെ തെറ്റായ പ്രചാരണം മാത്രമല്ല ചൊവ്വയുടെ ഇമ്പാക്റ്റ് മൂലം പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നൊരു കാര്യവും മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്? മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും പോയി മൂത്രമൊഴിക്കാനും പോവുകയാണ്, അവിടെ പ്രസവിക്കാനും പോവുകയാണ്. നിങ്ങൾ അവിടെ ചന്ദ്രനിൽ ഈ സുനിത വില്യംസ് പ്രസവിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ജാതകം നോക്കാൻ പോണേ? ലഗ്നം നോക്കണം, അവിടെ ഇട്ട് നോക്കും. അപ്പം സയൻസ് വളരണം. ഇപ്പൊ വളർന്നില്ല എന്നാണ് പറയണത്. ഇവര് സയൻസ് വളർന്നില്ല എന്നാണ്. ഗ്രഹങ്ങള് 9 ഗ്രഹങ്ങൾ എന്നുള്ളതിൽ സൂര്യൻ ഒരു നക്ഷത്രമാണ്, ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, രാഹു കേതു എന്ന് പറയുന്ന 2 ഗ്രഹങ്ങൾ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മുടെ ആ ഒരു സംസ്കാരം, ഇന്ത്യൻ കൾച്ചർ, ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം എന്താ പറഞ്ഞെന്ന് പറഞ്ഞാല് ഇതൊന്നും ഗ്രഹമല്ല. രാഹു കേതു എന്ന് പറയണ എന്താണ്? അത് 2 നിഴലുകളാണ്. ആ നിഴലുകള് ഗ്രഹണ സമയത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ആ നിഴലില്ല. അതായത് നോഡ് ആന്റിനോഡ് എന്ന് പറയുന്ന 2 പൊസിഷനില് ചന്ദ്രനോ അല്ലെങ്കിൽ സൂര്യനോ വരുമ്പോ, സൂര്യൻ നമ്മുടെ ജ്യോതിഷ പ്രകാരം സൂര്യൻ ഭൂമി ഒരു സ്ഥലത്ത് നിൽക്കല്ലേ, ബാക്കിയുള്ളതെല്ലാം കറങ്ങണത്. സൂര്യൻ കറങ്ങുന്നുണ്ടോ? ഭൂമി ചുറ്റുന്നുണ്ടോ? സൂര്യനാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഒരു സംശയം ചോട്ടെ, സാധാരണ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെ യുക്തിവാദം അല്ലല്ലോ പറയണത്. ഞാൻ യുക്തിവാദം അല്ലല്ലോ പറഞ്ഞ എത്ര നേരം ആണോ? അല്ല, സാറ് പറഞ്ഞത് സയൻസ് ആണ് പറഞ്ഞത്. സാർ ഇപ്പോ ഒരു ബെർണം എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട്, ബെർണം എഫക്ട്, BERNUM, ബെർണം എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട്, അതൊരു സൈക്കോളജിയാണ്. അതായത് ഈ ഒരു ബെർണം എഫക്ട് കൊണ്ടാണ് ഈ ആളുകൾ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത് എന്നൊരു പഠനം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും ശില്പ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? കാരണം ഈ ബെർണം എഫക്ട് മൂലം ഈ ആൾക്കാർ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയും, കാരണം ഒരു ജ്യോതിഷൻ ഒരു 10 കാര്യം പറയപ്പോൾ 3 കാര്യം ചിലപ്പോൾ സത്യമായിരിക്കും, പക്ഷേ ബാക്കി 7 കാര്യവും തെറ്റായിരിക്കും. പക്ഷേ ഈ 3-ലായിരിക്കും ആൾക്കാർ കയറി പിടിക്കുന്നത്. ആ ഒരു സൈക്കോളജിയാണ്, മനുഷ്യന്റെ ആ ഒരു സൈക്കോളജിയാണ് ഈ ബെർണം എഫക്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഈ ആസ്ട്രോളജിയും മനുഷ്യന്റെ മനഃശാസ്ത്രവും ഇത് എത്രത്തോളമാണ് ഈ ആസ്ട്രോളജി മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്? കാരണം ഈ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുന്നവരൊന്നും ഈ ജാതകം നോക്കുന്നില്ല, ഗ്രഹനില നോക്കുന്നില്ല, ദോഷങ്ങൾ നോക്കുന്നില്ല, പാപം നോക്കുന്നില്ല. പക്ഷേ അവര് ശാസ്ത്ര സത്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, അവര് കഠിനാധ്വാനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഹ്യൂമൻ റിസോഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് അവർ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത്. അപ്പോഴും ഈ മനുഷ്യനെ ഒരു ആശങ്കയിലാഴ്ത്തുന്ന, ഇപ്പൊ പറഞ്ഞില്ല ഐശ്വര്യ റായ് വരെ ഈ ചൊവ്വാദോഷം മാറാനായിട്ട് 3 വിവാഹങ്ങൾ കഴിച്ചു, കഴുതയെ കല്യാണം കഴിച്ചു, വാഴയെ കല്യാണം കഴിച്ചു, ആൽമരത്തിനെ കല്യാണം കഴിച്ചു. അപ്പം എന്താണ് ഈ മനുഷ്യന്റെ സൈക്കോളജി? ഈ ആസ്ട്രോളജിയിലേക്കും ഇത്ര ദോഷത്തിലേക്കും വിശ്വസിക്കുന്ന മനുഷ്യന്റെ സൈക്കോളജിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? അല്ല, അത് അറിവില്ലായ്മ കൊണ്ട് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഈ ഒരു ആസ്ട്രോളജി എന്താണ്, വാട്ട് ഇഫ് ഐ സേ ദാറ്റ് ഇതൊരു ടൂളാണ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും. അതൊരു വിശ്വാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അപ്പൊ സൈക്കോളജി എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഒരു ആസ്ട്രോളജർ ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എക്സാക്ട്ലി. ഒരു നല്ല ആസ്ട്രോളജർ ആണെങ്കിൽ നല്ല ആസ്ട്രോളജർ ഒരു കറക്റ്റായിട്ട് ആ വിഷയത്തെ പഠിച്ച് അതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അതല്ലാതെ നമ്മുടെ തട്ടിപ്പ് ജ്യോത്സ്യന്മാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷം പുഴുങ്ങി കഞ്ഞിയാക്കുന്നവരല്ല, അല്ല, ഈ ശാസ്ത്രത്തെ പഠിക്കുന്നവര്. ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ആസ്ട്രോളജി പഠിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് തട്ടിപ്പ് ജ്യോതിഷമല്ല, ശരിക്കുള്ള ജ്യോതിഷം പഠിക്കുകയാണെങ്കിൽ ഭാവി കൃത്യമായി പ്രവചിക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭാവി പ്രവചിക്കുക എന്നുള്ളതിലേക്ക് മാത്രം അതിന് ചുരുക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞത് 16-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ചിന്തകളല്ല 16-ാം നൂറ്റാണ്ടിന് ശേഷം. 16-ാം നൂറ്റാണ്ടിൽ എന്താ സംഭവിച്ചത്? 16-ാം നൂറ്റാണ്ടിലാണ് ഭൂമി ഉരുണ്ടിരിക്കുന്നെന്നും ഭൂമി ചലിക്കുന്നതാണെന്നും സൂര്യൻ. അത് സയൻസ് കണ്ടുപിടിച്ചതല്ലേ? നമ്മുടെ എത്രയോ പണ്ട് തൊട്ടേ കണ്ടുപിടിച്ചിരുന്നു. ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, സൂര്യൻ ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു. പണ്ടുള്ള കാര്യം പറഞ്ഞ, പണ്ട് നവഗ്രഹങ്ങളെന്നല്ലേ പറഞ്ഞിരുന്നേ? അതെ, പണ്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഏതൊക്കെ ആയിരുന്നു ആ ഗ്രഹങ്ങള്?
സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, കണ്ടുപിടിച്ചതല്ലേ വെള്ളി, 16-ാം നമ്മൾ നോക്കിയാൽ കാണുന്നതല്ല. 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചു. അതിനു മുമ്പ് നമ്മൾ ഇന്ത്യക്കാര് കണ്ടുപിടിച്ചു പണ്ട്. അതെന്താ അംഗീകരിക്കാൻ പ്രയാസം? എന്താണ് എന്റെ ആരെന്ത് കണ്ടുപിടിച്ചു? ആര് നാട്ടിലുള്ളവർക്ക് പണ്ടേ അതല്ലേ ജ്യോതിഷം. ആര് പറഞ്ഞു? ജ്യോതിഷം അതാണോ ജ്യോതിഷം? അതെ. ഇതാണോ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്? സൂര്യൻ ഒരു ഗ്രഹമാണെന്ന് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അതിന്റെ തെളിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതല്ലേ അതിന്റെ വസ്തു. സൂര്യൻ ഗ്രഹമല്ലല്ലോ, സൂര്യൻ ഒരു സ്റ്റാർ അല്ലേ, ഒരു ഗ്രഹമാണെന്ന് കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണ്. പക്ഷെ ആ സ്റ്റാർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇവര് പറഞ്ഞിരുന്നത്. സ്റ്റാർ അതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഗ്രാവിറ്റിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മിഡ് വൈഫിന് അതിനേക്കാളും കൂടുതൽ ഗ്രാവിറ്റി ഉണ്ട്. ദൂരെ നിൽക്കുന്ന ഒരു ഗ്രഹം നിങ്ങളിൽ ചെലുത്തുന്ന ഗ്രാവിറ്റിയേക്കാളും കൂടുതൽ ഗ്രാവിറ്റി ഒരു മിഡ് വൈഫ് ഈ കുട്ടിയിൽ ചെലുത്തുന്നുണ്ടാവും. കണക്ക് കൂട്ടിയാലേ ഇത് ഗണിത സാറ് കണക്ക് കൂട്ടിക്കോളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ശില്പ. അതായത് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ശരിക്കും പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഈ പണ്ടത്തെ കർമ്മത്തിന്റെ ഫലമാണ് അങ്ങനെയൊക്കെ കുറെ, അതൊക്കെ എന്ത് സത്യമുണ്ടോ? പണ്ടത്തെ ജന്മത്തിൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ചൊവ്വാദോഷം വരുന്നതെന്ന് ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് ലൈഫുകൾ, അതൊരു ജന്മം എന്നല്ല, പല ജന്മങ്ങളിലുള്ള നമ്മളുടെ ആക്ടിവിറ്റീസ്, അതിന്റെ റിസൾട്ട്, പൂർവ്വജന്മത്തിന്റെ നമ്മള് ഈ ജന്മത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പോലെ മുൻപുള്ള ജന്മങ്ങളിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ അത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, നെഗറ്റീവും ഉണ്ടാകാം. ഇതിനെ നമ്മൾ കർമ്മ എന്ന് പറയും. ആ കർമ്മ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ അടുത്ത നെക്സ്റ്റ് ലൈഫ് ഉണ്ടായി വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ പൊസിഷനിങ് വരുന്ന സമയത്തായിരിക്കും ആ സോള് ജന്മം എടുക്കുക. അപ്പൊ അത് ഈ ചൊവ്വാദോഷവും തമ്മിൽ ബന്ധമുണ്ടോ? ചൊവ്വാദോഷവും അതും മാത്രമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം 7 നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ കൂടി മകരത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ അത് ഗുണം തരും. പക്ഷെ ഈ ചൊവ്വയ്ക്ക് ഒരു കലഹ സ്വഭാവമുണ്ട്. അല്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുന്നവരിൽ അതൊന്നും ഫലവത്താവാത്തതിന്റെ കാര്യം എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒരു പ്ലാനറ്റ് മാത്രമാണ്. അതാണ് വേറെ ഒരു പദത്തിലുള്ളവർക്കും ഇതൊന്നും ബാധകമല്ലാത്തതിന്റെ കാര്യം എന്താണ്? ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചാണ് ഇത് കൂടുതലും പോകുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഫോറിനേഴ്സ് ഒന്നും ഇതൊന്നും അതൊന്നും നോക്കിയിട്ടില്ല. അല്ല, അതെന്താണ് മാം? അല്ല, അത് മാം അതിന്റെ ഒരു ഉത്തരം. മാം ജ്യോതിഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെയാണ്. ഇന്റർകാസ്റ്റ് മാരേജില് അവര് സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കുന്നു എന്ന് മേഡം പറയണ്ടായി. അല്ല, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അത് പറയണം. എല്ലാം അങ്ങനെയല്ല. എല്ലാം നമ്മൾ പറയുമ്പോ അടച്ചു പറയരുത് ഒരിക്കലും. ഇന്റർകാസ്റ്റ് കുറെ കഴിയുമ്പോ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും കല്യാണം കഴിച്ചു, കുട്ടികളായി. ആ കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഒരു പേരിട്ടു. സ്കൂളിൽ ചെന്നിട്ട് അവൻ ജാതി ചോദിക്കുകയാണ്. എഴുതണം. സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോ കുട്ടിയെ ജോയിൻ ചെയ്യുമ്പോ എഴുതണം. എന്തെഴുതും? അല്ല, ഇപ്പൊ പുതിയതായിട്ട് വന്ന നിയമം അനുസരിച്ച് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം ജാതി ഇല്ല എന്നുള്ളൊരു സെക്ഷനും കൂടെ ഉണ്ട്. ജാതി ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും എഴുതാം. ജാതി വേണ്ട അതിനങ്ങനെ ഒരു കോളം കൂടെ ഉണ്ട്. വേണ്ടെന്ന് പറയുന്നത് ഇവര് തമ്മില് ചേർച്ചയില്ലാതെ തുടങ്ങും കുറേശ്ശെ. ഈ പേരന്റ് പറഞ്ഞ് അത് കഴിഞ്ഞ് ഇവര് വേറെ മതത്തിലുള്ള അല്ലെങ്കിൽ വേറെ ജാതിയിലുള്ള കുട്ടികളുമായിട്ട് സ്നേഹം വരുമ്പോൾ കലഹം ഉണ്ടാവാതിരിക്കും. എല്ലാവരും ഞാൻ പറയില്ല, നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരെയും അടച്ച് ഞാൻ പറയില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് ജാതകങ്ങൾ ചേർത്ത് അതിൽ വരായിക പരിഹാരമാർഗങ്ങൾ പറഞ്ഞ് ഇപ്പോൾ 7 ചൊവ്വയുടെ കർക്കിടകത്തിലും ചിങ്ങത്തിലും ഉള്ള ചൊവ്വ വരുന്ന സമയത്ത് ആ ചൊവ്വാദോഷം പരിഗണിക്കേണ്ടതില്ല എന്നൊരു ജ്യോത്സ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചൊവ്വയെ ദോഷം കൊണ്ട് മാത്രം വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ജാതകങ്ങൾ തമ്മിൽ ചേർത്ത് അവർ രണ്ടുപേരും കൂടി മനസ്സ് രണ്ടുപേരും കൂടെ സമ്മതം മൂടിയവരാണ്. ജാതകം നോക്കേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വലിയൊരു മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുക, ഇന്ന കാരണങ്ങൾ കൊണ്ട് ജാതകങ്ങൾ ചേരില്ല, അതിനെന്താ വേണ്ടത് അദ്ദേഹം പറഞ്ഞു തരും, അല്ലെങ്കിൽ ഒരു നല്ല ജ്യോത്സ്യൻ പറഞ്ഞു തരും. അല്ല, നമ്മളിപ്പോ ഇപ്പൊ ഒരു 10-10 പൊരുത്തം എന്ന് നമ്മൾ പറയുമ്പോഴും
അത്തരം പൊരുത്തത്തോടെ വിവാഹം കഴിക്കുന്ന എത്രയോ ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോകുന്നുണ്ട്. എത്രയും ദാമ്പത്യ ബന്ധങ്ങൾ പാതി വഴിയിൽ അപ്പൊ ഇല്ലാതാവുന്നുണ്ട്. നമ്മൾ എന്ത് പറയുന്നറിയാമോ? ആ പറഞ്ഞ ജോത്സ്യം ശരിയല്ല എന്ന് പറയും. ജോത്സ്യം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ശരിയല്ലേ? അത് അവരുടെ സാഹചര്യങ്ങൾ മാച്ച് ആവാത്തത് കൊണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ജോലിയും അങ്ങനത്തെ കാര്യങ്ങൾ match അപ്പൊ ആവാത്തത് കൊണ്ട് നമ്മൾ എല്ലാം ജാ- match ആവണ്ടേ ഇപ്പം കല്യാണം ഈ പറഞ്ഞ പോലെ 10ൽ 10 പൊരുത്തം എന്ന് പറഞ്ഞില്ലേ, അത് നോക്കി കല്യാണം കഴിക്കുന്നവർ ഡിവോഴ്സ് ആവുന്നവരുണ്ട്. അതെ. ഇപ്പം അതാ ഞാൻ പറഞ്ഞേ, മനസ്സുകൾ തമ്മിൽ, അതായത് അവരുടെ ഇപ്പം രണ്ട് കുടുംബവും 2 വ്യക്തികളും കൂടെയാണ് ചേരുന്നത്. ചേരുമ്പോൾ അവര് ജീവിച്ച ഇപ്പം മെയിൽ ഒരാള് ഇപ്പൊ ആണ് ജീവിച്ച സാഹചര്യത്തിലായിരിക്കില്ല പെണ്ണ് ജീവിച്ചത്. ഇവര് തമ്മിൽ കൂടി വരുമ്പോഴത്തേക്കും കൂടുതൽ അടുത്തടുത്ത് വരുമ്പം ചില കാര്യങ്ങളിൽ അവർക്ക് എന്താ പറയാ വ്യത്യാസം സ്വഭാവത്തിലാണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ എന്താ ഇപ്പൊ ചിലർക്ക് ഈഗോ വരാം, നമ്മളിപ്പോ പറയത്തില്ലേ, ചിലർക്ക് ഈഗോ വരാം. അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു അല്ല, അതാണ് അങ്ങനെ നമ്മൾ ഈ വിവാഹ വരുമ്പോഴാണ് ജീവിതത്തിൽ ഈ ജാതകത്തെയും ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു തൊഴിലില് ഈഗോ വരാം, അല്ലെങ്കിൽ എന്താ പറയാ നിന്റെ വീട്ടിൽ അങ്ങനെയുണ്ട്, എന്റെ വീട്ടിൽ ഇങ്ങനെയാ, പൈസയുടെ പ്രശ്നം, പൈസയുടെ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ പല കാര്യത്തിലാണ് മിക്ക കുടുംബജീവിതവും തകരുന്നത്. ചൊവ്വ എന്നൊരു ബാധകമല്ല. അതൊരു ബാധകമല്ല. അല്ല, അത് സാറ് പറയുന്ന പോലെയാണ്. ചൊവ്വയെ നോക്കുന്നവര് നോക്കട്ടെ, സാറിന് എന്താ പ്രശ്നം? അല്ല, അതിന് ചൊവ്വ നോക്കുന്നതിന്റെ പ്രശ്നം എന്താ? പല പെൺകുട്ടികളുടെയും വിവാഹം നടക്കുന്നില്ല. ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഭർത്താവ് മരിച്ചു പോവും എന്നുള്ളൊരു ധാരണ കാരണം പല പെൺകുട്ടികളുടെയും വിവാഹം കഴിക്കുന്നില്ല. പക്ഷെ ജാതകം എഴുതുന്നു എന്ന് പറയുന്നു. ഞാൻ ഈ ചൊവ്വാദോഷം ജാതകത്തില് നമ്മുടെ പഠിത്തം, നമ്മുടെ വിവാഹം, എല്ലാ കാര്യങ്ങളും ജാതകത്തിൽ, അതായത് നമ്മുടെ മരണം വരെ എഴുതി വെക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഈ ചൊവ്വാദോഷമുള്ള ഒരു കുട്ടിയുടെ ജാതകത്തില് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജാതകത്തിൽ ഉണ്ടാവില്ലേ ഭർത്താവുമായിട്ട് മരിക്കും. ഇപ്പൊ ഒരാളുടെ ജാതകം എഴുതുന്നു, ചൊവ്വാദോഷമുള്ള ഒരു കുട്ടിയുടെ ജാതകം, അതില് ഇത്രാമത്തെ വയസ്സിൽ അവൾ പഠിക്കുന്നു, വിവാഹം, മരണം, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഈ ചൊവ്വാദോഷം ഉള്ള ആള് കല്യാണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് എന്നാ മരിക്കും എന്നുള്ളത് എഴുതി വെക്കുന്നുണ്ടോ? അല്ല, ചേരുമ്പോഴല്ലേ മോളെ, അത് ചേരുമ്പോഴല്ലേ ആ ജാതകങ്ങൾ തമ്മിൽ ചേരണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞു, ചൊവ്വാദോഷം ഉള്ള ഒരു ജാതകം ഉള്ള കുട്ടിയുടെ ആണെങ്കിൽ ആ ജാതകത്തിൽ എന്തുകൊണ്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല? എല്ലാവർക്കും അങ്ങനെ മരണപ്പെടില്ല. ജാതകങ്ങൾ തമ്മിൽ, പുരുഷന്റെയും സ്ത്രീയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുരുഷന് ഈ സ്ത്രീക്ക് വൈധവ്യ യോഗം, അതായത് ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള യോഗം, അതുകൊണ്ട് ആ ജാതകം ചേരാൻ പാടില്ല, മാറ്റി നിർത്തണം. അതിന് ചേരാവുന്ന ജാതകം വരുമ്പോ നിങ്ങൾ തമ്മിൽ ചേർത്തിട്ട് നടത്തിയാൽ മതി. സാർ ഇപ്പൊ പറഞ്ഞല്ലോ സ്ത്രീക്ക് വൈധവ്യ യോഗം ഉണ്ട്, ചേരാവുന്ന ജാതകം തമ്മിൽ ചേരാവൂ. അപ്പം ഇത്തരം കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, ജാതകത്തിൽ വിശ്വസിക്കുന്ന ഇത്തരം കൺസെപ്റ്റുകൾ, അതിനെക്കുറിച്ച് സാറിന് എന്താണ്? കാരണം നമ്മളിപ്പോ കേരളത്തിലെ സമൂഹത്തെ കുറിച്ച്, കേരളീയരെ കുറിച്ച് പറയുന്നത് വിദ്യാഭ്യാസപരമായും പുരോഗമനപരമായും നമ്മൾ വളരെ മുന്നോട്ടം ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഇത്തരം ചില സെൻസിറ്റീവ് വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെല്ലാം അന്ധമായി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ ഒരു പേടിയുണ്ട്. ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ പയ്യൻ തട്ടിപ്പോ എന്നുള്ളൊരു പേടി. നമ്മളിപ്പോ എത്രയൊക്കെ നമ്മൾ പഠിച്ച് ഗവേഷണം കഴിഞ്ഞാലും PhD കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു പേടി ഇങ്ങനെ കിടപ്പുണ്ട്. അതിപ്പോ സാറിന് ഇപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ മാം പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ജാതകത്തിൽ മാത്രമേ പൊരുത്തപ്പെടാവൂ എന്ന് പറഞ്ഞല്ലോ. നമ്മള് ഈ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ വിശ്വാസം നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. ആ ശിക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഒന്നാണ് ഈ ജ്യോതിഷ വിശ്വാസം. പൊതുവെ നിങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്യുക, അല്ലാതെ രക്ഷിക്കുകയല്ല ചെയ്യുക. ഇപ്പൊ ഈ ചോദിച്ചെന്തായിരുന്നു? അല്ല, നമ്മൾ ഇത്തരം ഇപ്പൊ മാം തന്നെ പറഞ്ഞല്ലോ ചൊവ്വ ദോഷമുള്ള ജാതകം, അത്തരം ജാതകത്തിലുള്ളവര് അതേ രീതിയിലുള്ള ജാതകം മാത്രമായിട്ടേ കൂട്ടിയിണക്കാവൂ, അവരുമായി മാത്രമേ വിവാഹം കഴിക്കാവൂ. അത് തമ്മിൽ കൂട്ടി ഇണക്കിയാൽ പോലും ഇവര് നേരെ ആവുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പുമില്ല. ഇതിപ്പോ നമ്മൾ ഒരു വിശ്വസിക്കണതിനൊരു കാരണം വേണ്ട. വിശ്വാസം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം, ഒരു അന്ധവിശ്വാസിയെ നമ്മൾ കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ? നമ്മളിൽ ആരെങ്കിലും അന്ധവിശ്വാസികളാണോ? അല്ല, നമ്മള് ശരിയായ വിശ്വാസികളാണ്. ശരിയായ വിശ്വാസികളെ നമ്മൾ കാണുന്നുള്ളൂ. അന്ധവിശ്വാസികളെ ആരെങ്കിലും പറയാറുണ്ട് ഞാനൊരു അന്ധവിശ്വാസിയെന്ന് ആരെങ്കിലും പറയും? അയാള് അന്ധവിശ്വാസിയല്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അന്ധവിശ്വാസവും വിശ്വാസവുമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുന്നത്, അരിച്ചെടുക്കുന്നത്? അത് ശാസ്ത്രത്തിന്റെ മെത്തേഡ് കൊണ്ടാണ്. എങ്ങനെ? തെളിവുണ്ടോ? നിങ്ങൾ പറയണതിന് തെളിവുണ്ടോ? തെളിവില്ലേ എന്നുള്ളതിന് അനുസരിച്ച് സൂര്യൻ ഒരു ഗ്രഹമാണെന്ന് പറയണതിന് തെളിവുണ്ടോ ഇല്ലയോ? തെളിവില്ല.
സൂര്യൻ ഒരു നക്ഷത്രമാണ്. ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്. ചന്ദ്രൻ മാത്രമേ ഭൂമിയെ ബലം വെക്കുന്നുള്ളൂ. ചന്ദ്രൻ മാത്രമേ ഭൂമി ബലം, ബാക്കിയുള്ളതെല്ലാം സൂര്യനെയാണ് ബലം വെക്കുന്നത്. നേഹ, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നമ്മൾ ഈ തെളിവുകൾ മുന്നോട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ശാസ്ത്രത്തെ നമ്മൾ വിശ്വസിക്കുന്നതും ശാസ്ത്രം അനുസരിച്ചാണ് നമ്മളുടെ ജീവിതം എല്ലാം മുന്നോട്ട് പോകുന്നതും. ഇത്രയും കണ്ടുപിടുത്തങ്ങളെല്ലാം ശാസ്ത്രീയമായ അടിത്തറത്തിന്റെ പിന്നാലെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആസ്ട്രോളജി എന്നൊരു സംഭവം, നമ്മളെല്ലാം മനുഷ്യരെല്ലാം ഇൻസെക്യൂർ ആണ് പല കാര്യത്തിലും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും പല കാര്യങ്ങൾ കൊണ്ട് നമ്മളൊരു ഇൻസെക്യൂർ ആണ്. അപ്പോൾ നമ്മളുടെ ആ ഇൻസെക്യൂരിറ്റിയുടെ തോത് കുറയ്ക്കാൻ അത് മാത്രമല്ല ഈ ആസ്ട്രോളജി കൊണ്ട് സഹായിക്കുന്നുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ആസ്ട്രോളജിയെ കുറിച്ച് പറയാനാണ്, ഞാൻ ആസ്ട്രോളജിയിൽ അത്ര എക്സ്പേർട്ട് ആയിട്ട് ഒരാളല്ല. പക്ഷേ എന്നാലും ആസ്ട്രോളജി ഫോളോ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ എല്ലാ പ്ലാനറ്റ്സും എവ്രിതിങ് നമ്മളെ ഇത് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരുപാട് ശബ്ദങ്ങളുണ്ട്, ഒരുപാട് എനർജീസ് ഉണ്ട് അല്ലേ. നമുക്ക് കാണാൻ കഴിയാം. നമ്മുടെ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരു തേർഡ് ഡയമെൻഷൻ അനിമൽ അല്ലേ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഒരു ഫോർത്ത് ഡയമെൻഷൻ, ഫിഫ്ത് ഡയമെൻഷൻ, പല ഡയമെൻഷൻസ് ഇല്ലേ. അപ്പൊ നമുക്ക് അതിലേക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. ഇപ്പൊ അമീബ അതേ ഒരു സിംഗിൾ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരു ജീവിയാണ്. ഓക്കെ, അതുപോലെ പല ജീവികൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇല്ല എന്ന് അശേഷം തട്ടിക്കളയാനാവൂല. കാരണം ഇതെല്ലാം കണ്ടുപിടിച്ചത് ഒരുപാട് പണ്ടാണ്. നമുക്ക് ഈ 16ാം നൂറ്റാണ്ടിലെ സയൻസ് ആണ് വന്നത്. സയൻസ് ഒരിക്കലും ആ പഴയ മനുഷ്യരുടെ വിവരം എത്തിയിട്ടില്ല സയൻസിന്. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാരെല്ലാം അന്യഗ്രഹങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്തിരുന്നു. ഉണ്ടാകും സാർ, സാറ് കണ്ടിട്ടില്ലല്ലോ, സാറ് ജീവിച്ചിട്ടില്ലല്ലോ. സാർ പറയട്ടെ പണ്ട് കാലത്ത് ഈ നോഹയുടെ പെട്ടകത്തിന്റെ സംഭവം വന്നപ്പോ ഈ ലോകം മൊത്തം പ്രളയം വരികയും ലോകത്തെ എല്ലാ അറിവുകളും ഇല്ലാതെ പോവുകയും ചെയ്തു. അതിന് ലോകത്തെ അറിവുകൾ തന്നെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒന്നും കൂടെ തുടങ്ങിയതാണ് മനുഷ്യർ. അപ്പൊ സാറിന് ഉറപ്പുണ്ടോ? നിങ്ങൾ കഥയും കഥയില്ലായ്മയും തമ്മിൽ വേർതിരിക്കണം. ഞാൻ പറഞ്ഞത് ചരിത്രമാണ്. എല്ലാ ചരിത്ര പുസ്തകം, ബൈബിൾ അടക്കമുള്ള എല്ലാ ചരിത്ര പുസ്തകത്തിലും ചരിത്ര പുസ്തകമല്ല. ഞാനൊരു ക്രിസ്ത്യനാണ്. ബൈബിളിലെ പഴയ കാര്യങ്ങളെല്ലാം വിശ്വാസം, അത് നിങ്ങളുടെ വിശ്വാസം എല്ലാ ചരിത്ര പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. സാർ വിശ്വസിക്കണ്ട. ബാക്കി എല്ലാവരും ഈ കാണുന്ന എല്ലാ ആളുകളും ബൈബിളും മഹാഭാരതവും രാമായണമൊക്കെ ഞാനൊരു വ്യക്തിയല്ല. ഭൂമി ഉരുണ്ടിരിക്കുകയും അത് ചലിക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് കയറിയത്. ആൻസർ പറഞ്ഞ ചരിത്ര പുസ്തകമാണോ എന്ന് ചോദിച്ചു. അതിൽ ആൻസറാ പറയുന്നത്. അത് ഞാനൊരു പുസ്തകം എന്തിനാണ് ബ്രൂണോയെ ചുട്ടുകൊന്നതെന്ന് വെച്ചാല് ഭൂമി ഉരുണ്ടിരിക്കുന്നതെന്നും സൂര്യൻ നിശ്ചലമായിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ്. സൂര്യൻ നിശ്ചലമാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് യോശുവ പ്രവാചകൻ സൂര്യ നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞപ്പോ സൂര്യൻ അവിടെ നിന്നു എന്നാണ് പറയണത്. സൂര്യൻ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യോശുവ പ്രവാചകൻ നുണയല്ലേ പറഞ്ഞേ? ചിലപ്പോ ആ സമയത്ത് എന്തെങ്കിലും സയന്റിഫിക്കൽ മാറ്റം വന്നിട്ടുണ്ടാകും. അത് എഴുതിയപ്പോൾ അങ്ങനെ ആയതായിരിക്കും. നമ്മള് വക്കീലാണ്, ഈ യോശുവ പ്രവാചകന്റെ വക്കീലാണ്. സാറുമായിട്ട് ആവശ്യത്തെ തർക്കിക്കാൻ ഞാനില്ല. ചരിത്ര പുസ്തകം എന്ന് പറയുന്നത് ഇപ്പൊ മഹാഭാരതത്തെ ഇതിഹാസമാണ്, ചരിത്ര പുസ്തകമല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നടന്ന സംഭവങ്ങളാണ് നമ്മൾ ചരിത്ര രേഖ. മഹാഭാരതവും രാമായണവും നടന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് ചരിത്രമാണല്ലോ. അല്ല, അത് ചരിത്രമല്ല, അതൊക്കെ നടന്ന ചരിത്രമാണ് വിശ്വസിക്കുന്നുണ്ടല്ലോ. കഥ എഴുതി ഇപ്പൊ തകഴിയുടെ ചെമ്മീനിലെ പളനി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ഇതിൽ വിശ്വസിക്കുന്നത് നടന്ന ചരിത്രമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് മഹാഭാരതവും രാമായണവും ചരിത്രമല്ല. ഞാൻ മഹാഭാരതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നോഹയുടെ പെട്ടകത്തിന്റെ കാര്യം പറഞ്ഞത്. നോഹയുടെ പേടകം ബൈബിളിലെ ഒരു സംഭവമാണ്. അത് സംഭവം ചരിത്രം ഒന്നല്ലേ? നമുക്ക് ഒരുപാട് അറിവുകൾ പണ്ട് കാലത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ സാറ് ഉറപ്പുണ്ടോ 16ാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്? സാറിന് ഉറപ്പുണ്ടോ? സാറിന് ജീവിച്ചിരിപ്പില്ല, ഞാനും ജീവിച്ചിരിപ്പില്ല. പക്ഷെ പണ്ട് എഴുതിയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളല്ലേ നമുക്ക് തെളിവായിട്ടുള്ളൂ. പുസ്തകങ്ങൾ, തെളിവുള്ള പുസ്തകങ്ങളും തെളിവില്ലാത്ത പുസ്തകങ്ങളും അതെങ്ങനെ വേർതിരിക്കും? തെളിവുണ്ട്, തെളിവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തെളിവുണ്ടത് തെളിവ് കാണിക്കണം. ഒരു തെളിവ് കാണിക്കണം. എന്ത് തെളിവ് കാണിക്കണം? എന്തോ തെളിവുണ്ടെന്നാ. എന്ത് തെളിവ് കാണിക്കണം?
തെളിവ് എങ്ങനെ കാണിക്കണേ? ഒരു കോടതിയിൽ നിങ്ങൾ വാദിക്കുമ്പോ തെളിവ് എങ്ങനെ കാണിക്കണേ? കോടതി പോയിട്ട് കോടതി പോയിട്ട് നിങ്ങൾക്ക് ജാതക പ്രകാരം ഇങ്ങനെയാണ് ഇയാള് കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കോ? അത് സമ്മതിക്കത്തില്ല. ജാതക പ്രകാരം ഇയാള് കൊലപാതകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതെന്താ? അത് തെളിവല്ല. വക്കീലിന് തലക്കകത്ത് വെളിച്ചമുള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെ നിങ്ങൾ ചിലപ്പോ പറയും. ഞാൻ പറയത്തില്ല. അതായത് ഈ ലോകം ഒക്കെ ഈ മറ്റ് പടത്തി പറയുന്ന പോലെ ലോകത്തിന്റെ സ്പന്ദനം എന്താണ്, കണക്കാണെന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സ്പന്ദനം അത് പ്രപഞ്ചത്തിന്റെ സ്പന്ദനം കണക്കിലാണ് ചാക്കോ മാഷ് പറഞ്ഞത്. കണക്ക് കൂട്ടലാണ് സാർ. എല്ലാം കണക്ക് കൂട്ടൽ കഴിഞ്ഞ സയൻസ് വരുന്നുള്ളൂ. എല്ലാം പ്രോബബിലിറ്റി. അല്ല അങ്ങനെയാണോ ശില്പ? കണക്ക് കൂട്ടൽ കഴിഞ്ഞിട്ടേ സയൻസ് വരുന്നുള്ളൂ, അങ്ങനെ ഉണ്ടോ? അല്ല, ഇത് സയൻസിനെയും ആസ്ട്രോളജിയും രണ്ടായിട്ട് കാണുന്നത് തന്നെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ തനി സയൻസ് ആണ്. നമ്മൾ ഈ വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ആസ്ട്രോളജി വരുന്നുണ്ട് ഇല്ലേ? വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ആസ്ട്രോളജി വരുന്നില്ലേ അമ്മ? വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ആസ്ട്രോളജി വരുന്നുണ്ട്. പക്ഷേ വേദപഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ആസ്ട്രോളജിയില് ഗ്രഹനിലയെക്കുറിച്ചോ ജാതകത്തെക്കുറിച്ചോ സൂചനകളുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ജ്യോതിഷം പിന്നെ എങ്ങനെയാണ് ഈ ജാതകവും ഗ്രഹനിലയും ഈ മനുഷ്യനെ അത്രത്തോളം സ്വാധീനിക്കുന്ന രീതിയിലേക്ക്, മനുഷ്യനെ അത്രത്തോളം പേടിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വന്നത്? കാരണം വേദങ്ങളുടെ മറ്റേ അസ്ട്രോളജിയിൽ ഇതൊന്നും പരാമർശിക്കുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് വന്നത്? അത് പേടിപ്പിക്കുന്ന ഒരു വിഭാഗമല്ലേ ഉള്ളൂ, എല്ലാവരെയും പേടിപ്പിക്കുന്നു. ശ്രീരാമൻ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല. അല്ല മാം പറയൂ. ഒരു വിഭാഗം ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയണില്ല. അങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്. അത് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ. പാഞ്ചാലി കല്യാണം കഴിച്ചതും ജാതകം നോക്കിയിട്ടില്ല. 5 പേരെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ ജാതകത്തിന്റെ വർത്തമാനമല്ലല്ലോ പറഞ്ഞത്, സാറിടയ്ക്ക് കയറി പറയാൻ. ഞാൻ ജാതകത്തിന്റെ കാര്യമല്ലല്ലോ. എന്തിനും ഏതിനും ഇങ്ങനെ ഉടക്ക് പറയണേ? ഞാൻ ഉണക്കല്ല പറഞ്ഞേ. അല്ല, ഇങ്ങനെ പറയുന്നത് എന്തിനാ? ഒരാള് സംസാരിക്കുമ്പോ അയാൾ എന്താ സംസാരിക്കണെന്ന് വെച്ചാല് മുഴുവൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗം പറയുക, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ വേദം എന്ന് പറയുന്നത് ഈ മനലാൽ ത്രായതേ ഇതി മന്ത്ര. വേദമന്ത്രം ചൊല്ലി ഋഷിമാര് വേദമന്ത്രങ്ങൾ ചൊല്ലി ഒരു വസ്തുവിനെ വേറൊരു വസ്തുവാക്കി തീർത്തുണ്ട്. അത് മനനാൾ ത്രായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വെള്ളയാക്കുന്നത്, ശുദ്ധമാക്കുന്നതാണ് മന്ത്രം. മന്ത്രം ഉരുവിടുന്നത് കൊണ്ട് ഒരുത്തിന് ശുദ്ധമായി തീരാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തന്നെ അതാണ്. ഈ ജാതകങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അവര് നിശ്ചയിച്ചിരിക്കുന്നു, കല്യാണത്തിന് നിശ്ചയിച്ചിരിക്കുന്നു, ഒരു പുരുഷനും സ്ത്രീയും. അതിലെന്താണ് പോരായ്മ? മന്ത്രം കൊണ്ട് മാറ്റാൻ ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും. പരിഹാരമാർഗങ്ങളുണ്ട്, ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരെയും ചൊവ്വാദോഷം കൊണ്ട്, ശനിയുടെ വക്രദൃഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ വേറൊരു ഗ്രഹം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ബുധനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ബുധൻ വന്നാൽ അവൻ ഈ കുട്ടി പറയുന്ന മാതിരി തലയിൽ നിറച്ചു ബുദ്ധിയായിരിക്കും. 8ാം ഭാവത്തില് ഒരുത്തന് 8ാം ഭാവത്തില് ബുധനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും 8 എന്ന് പറയുമ്പോൾ മോശമായിട്ടാ പറയുക. 3, 6, 8 ഋണം, രോഗം, വയറിന് രോഗം ഒക്കെയാണ് 6ാം ഭാവത്തിലൊക്കെ പറയണത്. അതല്ല 8ാം ഭാവം എന്ന് പറയുന്നത്. അതേമാതിരി 12ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ ചെയ്യാത്ത ഒരു കാര്യങ്ങളും, അസുരദേവനാണെന്നുണ്ടെങ്കിൽ പോലും ഈ ശുക്രൻ കല്യാണത്തിന്റെ വിഷയങ്ങളെ കുറിച്ച്, പ്രേമം, പ്രണയം, കാമം, ഇതെല്ലാം ശുക്രനെ കൊണ്ടാണ് പറയുന്നത്. ധനം. അപ്പൊ ഈ ശുക്രൻ 12ാം ഭാവത്തിൽ, അയ്യോ 12ാം ഭാവത്തിൽ ശുക്രൻ അല്ല, 12ാം ഭാവത്തിൽ വരുന്ന ഒരേ ഒരു ഗ്രഹം ശുക്രനാണ്. അതുപോലെ വിശേഷങ്ങളായ ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങൾ ജാതകത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അവരുടെ ദൃഷ്ടി എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കണം.